കൊല്ലം പള്ളിവളപ്പിൽ സൂട്ട് കേസിൽ കണ്ടെത്തിയ അസ്ഥികൂടം ദ്രവിച്ചു തുടങ്ങിയ അവസ്ഥയിൽ CSI പള്ളിയിലെ സെമിത്തേരിക്ക് സമീപമാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. ആരെങ്കിലും പെട്ടിയിലാക്കി ഉപേക്ഷിച്ചതാകാനാണ് സാധ്യതയെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ IPS പറഞ്ഞു. മനോജ് ചേരുന്നു വിവരങ്ങളുമായി. മനോജ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സൂചനകൾ പോലീസിന് ലഭിച്ചുവോ? വീണ, ഇന്ന് രാവിലെയോട് കൂടിയാണ് ഈ ശാരദാ മഠം ദേവാലയത്തിന് സമീപമുള്ള സെമിത്തേരിക്ക് അടുത്തുള്ള ഒരു പറമ്പിൽ നിന്നും ഇത്തരത്തിൽ ഈ സൂട്ട് കേസിൽ ഉപേക്ഷിച്ച നിലയിൽ അസ്ഥികൂടം കണ്ടെത്തുന്നത്. ഇവിടെയുള്ള പള്ളി ജീവനക്കാരാണ് രാവിലെ വെള്ളം കിട്ടാത്തതിനാൽ എന്തെങ്കിലും പൈപ്പിന് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് പരിശോധിക്കാൻ എത്തിയപ്പോഴാണ് ഈ സൂട്ട് കേസ് കാണുന്നത്. തുറന്നു നോക്കിയപ്പോഴാണ് ഒരു മനുഷ്യന്റെ തന്നെ ഈ അസ്ഥികൂടം ഇതിനകത്ത് ഇരിക്കുന്നത്, കുറച്ച് ഭാഗങ്ങൾ ഇരിക്കുന്നത് കാണുന്നത്. എന്തായാലും ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി പരിശോധന നടത്തി. ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നത് കുറച്ചു ദിവസമായി, അതായത് ഈ ഒരു സുക്കേസിനുള്ളിലുള്ള അസ്ഥികൂടം ദ്രവിച്ചു തുടങ്ങിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അത് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു. ആ പ്ലാസ്റ്റിക്കും ദ്രവിച്ചിട്ടുണ്ട്. എന്തായാലും ഈ റോഡിന്റെ വശത്താണ്, ഈ ഒരു പറമ്പിന്റെ ആ ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ സൂക്കേസ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ആരോ ഈ റോഡിന് മറുവശത്ത് നിന്നും ഇപ്പുറത്തേക്ക് ഇട്ടതാകാം എന്നുള്ള ഒരു നിഗമനത്തിലാണ്. എന്തായാലും കുറച്ച് ദിവസമായി ഈ സൂക്കേസ് ആരുടെയും കണ്ണിൽ പെട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും റോഡിലുള്ള CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും CCTV ദൃശ്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ അത് ആരാണ് ഇത്തരത്തിൽ ഈ സൂക്കേസ് ഉപേക്ഷിച്ച് പോയത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തത വരും. എന്തായാലും പോലീസ് എത്തി പരിശോധന നടത്തി. അതോടൊപ്പം തന്നെ ഫോറൻസിക് വിഭാഗം എത്തി അതിന്റെ കൂടുതൽ പരിശോധന നടത്തും. ഇതിന് കൂടുതൽ കാലപ്പഴക്കമുള്ളതായാണ് ഇപ്പോൾ പോലീസ് തന്നെ ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്ന് ഈ അസ്ഥികൂടം മാത്രമാക്കി ഇങ്ങോട്ടേക്ക് ഇട്ടതാണോ എന്നുള്ള ഒരു സംശയമാണ് പോലീസിനുള്ളത്. എന്തായാലും ഒരു മനുഷ്യന്റെ തന്നെ അസ്ഥികൂടമാണ് എന്നുള്ള ഒരു നിഗമനം. അതോടൊപ്പം തന്നെ അത് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇതിനകത്ത് ഉണ്ട് എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. എന്തായാലും ഈ ഒരു ശാരദാമഠം ദേവാലയത്തിന് സമീപത്താണ്, ഇവിടെ സെമിത്തേരി ഉണ്ട് സമീപത്തായി തന്നെ. എന്നാൽ ആ ഭാഗത്തല്ല, മറിച്ച് ഈ മതിലിനോട് ചേർന്ന ഭാഗത്താണ് ഈ സൂട്ട് കേസ് ഉപേക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പള്ളിക്ക് ഉള്ളിൽ അല്ലെങ്കിൽ സെമിത്തേരിക്ക് ഉള്ളിൽ വന്ന് നിക്ഷേപിച്ചതല്ല എന്നാണ് പ്രാഥമികമായും ഉള്ള വിവരം. കാരണം ഈ പുറത്തു നിന്നും മതിലിനോട് ചേർന്ന്, അതായത് ഒട്ടനവധി വിദ്യാലയങ്ങളും അതോടൊപ്പം തന്നെ കോളേജൊക്കെ ഉള്ള ഒരു പ്രദേശം കൂടെയാണ്. അപ്പോൾ ഈ റോഡിന് മറുവശത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഇട്ടതാകാം എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. എന്തായാലും കൂടുതൽ പരിശോധന നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. വീണ, മനോജ് തുടരുക. ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയിലേക്ക് കൂടി. ചാൻസ് ഉള്ളൂ. ചെറിയ സൂട്ട്കേസാണ്, കുറച്ച് എല്ലാ പാർട്സും ഇല്ല, ഫുള്ളി ഡീകമ്പോസ്ഡ് ആണ്. വെരി പറമ്പ് എടുപ്പാക്കുമ്പോഴോ അല്ലെങ്കിൽ പറമ്പ് പുതിയത് വാങ്ങിക്കുമ്പോഴോ വി ആർ എക്സ്പ്ലോറിങ് ഓൾ ആംഗിൾസ്.